നമ്മുടെ ഫാമിലെ ലിച്ചി മരത്തിന്റെ അടുത്താണുള്ളത്. ഈ വർഷം എല്ലാവരും ലിച്ചി നല്ല കായ്ച്ച്, നമ്മളെ ഫാമിലി ലിച്ചി മാത്രം കായ്ച്ചിട്ടില്ല. അതുകൊണ്ടാണ് നമ്മൾ ഇതിന്റെ വീഡിയോ ഒന്നും ചെയ്യാറുന്നത്. നമ്മൾ വയനാട്ടിൽ മാത്രം അധികം കാണുന്ന ഒരു ഇതാണ് ലിച്ചി. റംബുട്ടാനും മാംഗോസിനൊക്കെ എല്ലാവർക്കും ഉണ്ടാവും, പക്ഷെ ലിച്ചി ഞങ്ങൾ വയനാട്ടുകാർക്കൊക്കെയാണ് കൂടുതൽ ഉണ്ടായി കിട്ടുന്നത്. അപ്പൊ ഇന്ന് നമ്മൾ ലിച്ചിയുടെ വീഡിയോ കാണിക്കാനല്ല വന്നത്, നിങ്ങൾക്ക് ഒരു മനോഹരമായിട്ടുള്ള കാഴ്ച കാണിച്ചു തരാനാണ്. നല്ല അടിപൊളി കാഴ്ചയൊക്കെ. എന്തായാലും കുറച്ച് ദിവസമായിട്ട് നമ്മൾ ഏറ്റവും ബുദ്ധിമുട്ടിയത് മഴ കാരണമാണ്. നമ്മൾ കാപ്പി പറി ഏറ്റവും ബുദ്ധിമുട്ടിയത് കാപ്പി പറിക്കാണ്. കാപ്പി പറിക്കാനും ഉണക്കാനൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടി. ചില കൃഷികൾക്ക് ഉപകാരമാണെങ്കിലും വയനാട്ടിനെ സംബന്ധിച്ച് കാപ്പി കൃഷിക്ക് ഏറ്റവും ബുദ്ധിമുട്ടായത് ഈ മഴയാണ് കേട്ടോ. അപ്പം എന്താ പറയാ, അങ്ങനെ ടെൻഷനൊക്കെ അടിച്ച് ബുദ്ധിമുട്ടായി കാപ്പി ഇതൊക്കെ റെഡിയാക്കി എടുക്കുമ്പോഴാണ് ഇന്ന് രാവിലെ ആയപ്പോൾ ഒരു സന്തോഷമായിട്ടുള്ള കാഴ്ച കാണാൻ പറ്റി. ഇങ്ങോട്ട് നോക്ക്, വേറെ ഒന്നല്ല, നമ്മളെ കാപ്പിയൊക്കെ പൂത്തു വന്നിട്ടുണ്ട്. മഴ കിട്ടിയതിൽ നമുക്ക് എന്തായാലും ബുദ്ധിമുട്ടൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ടായാലും ഇത് കാണുമ്പോൾ എന്തായാലും സന്തോഷമായിട്ടുണ്ട്. ഇതെല്ലാ ചെടിയിലും പൂത്തുണ്ട്. അങ്ങോട്ടൊക്കെ ഒന്ന് കാണിച്ചു കഴിഞ്ഞാൽ എല്ലാ ചെടിയും കണ്ടില്ലേ. നമ്മളെ ഫാമിലി എന്നല്ല, വയനാട്ടിൽ എല്ലായിടത്തും ഇതുപോലെ കാപ്പികൾ ഇന്ന് പൂത്തിട്ടുണ്ടാവും. ഇന്നും ഇന്നലെയൊക്കെ ആയിട്ട് മഴ കിട്ടിയ അനുസരിച്ച് പല ഭാഗത്തും പല രീതിയിലാണ്. അപ്പം ഈ ഒരാഴ്ചയിൽ തന്നെ ഇതുപോലത്തെ ഒരു കാഴ്ചയായിരിക്കും വയനാട്ടിൽ എല്ലായിടത്തും. കരുത്ത് നോക്ക്, നല്ല അടിപൊളിയായിട്ട് തന്നെ പൂത്തിട്ടുണ്ട്. കിട്ടിയ മഴയാണെങ്കിലോ നല്ല റെക്കോർഡ് മഴ, മഴക്കാലത്ത് പെയ്യുന്ന പോലത്തെ മഴയാണ് കഴിഞ്ഞ ആഴ്ച നമുക്ക് കിട്ടിയത്. എല്ലാ ചെടിയിൽ നോക്ക് പൂക്കള്, നല്ലൊരു മണമാണ് കേട്ടോ. അല്ല ജാസ്മിൻ, നമ്മുടെ മുല്ലയുടെ അര സ്മെല്ലാണ്. ഇതിനൊക്കെ സ്പ്രേ ഉണ്ടാക്കണല്ലോ ശരിക്കും, അത്രയും അടിപൊളി. അനിയൻ തന്നെ രാവിലെ വന്നിട്ട് പറയും എന്നോട്, എന്താ മണല്ലേ കാപ്പി പൂത്ത്. ഓനിപ്പോ കുറെ സ്നേഷം കാപ്പി പൂത്ത് കാണുന്നു, അപ്പം ലീവിന് വന്നപ്പോഴല്ലേ കാണുന്നത്. പക്ഷെ ഇത് കാണേണ്ട നന്ന് രാവിലെ ആയിരുന്നു അല്ലേ. ആ മഞ്ഞിന് എന്ത് രസമായിരുന്നു അറിയാം. രാവിലെ പശുവിനെ കറവിന് നമ്മൾ 4 മണിക്ക് എണീക്കില്ല. ഇങ്ങനെ വന്നപ്പോൾ ഇതിന്റെ ഒരു സ്മെല്ലും ഇത് വിരിഞ്ഞതും കൂടെ ആ മഞ്ഞിൽ ഇങ്ങനെ കാണുമ്പോൾ അടിപൊളി കാഴ്ച അല്ലേ. എല്ലാ ചെടിയും നല്ല പൂക്കൾ. അപ്പൊ ഇങ്ങനെ ഇത് നമ്മള് ഫാമിലേക്ക് വരുന്ന വഴിയിലുള്ള ചെടികളാണ്. ഇങ്ങനെ നമുക്ക് ചെടി കറക്റ്റ് കാണൂല. കാപ്പി ചെടി അടിയിലൂടെ നടന്ന് ഇങ്ങനെ കറക്റ്റ് പൂത്ത് കാണൂല. നമുക്ക് ഹൈറ്റിന്ന് മൊത്തത്തിൽ നമ്മളെ തോട്ടത്തിലുള്ള കാപ്പിയുടെ ഈ പൂത്തൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കാം അല്ലേ. ഞങ്ങൾ കാപ്പിത്തോട്ടത്തിന്റെ ഉള്ളിലേക്ക് വന്നിട്ടോ. ഉള്ളിൽ വന്നാൽ ഇങ്ങനെ ഉണ്ടാവും കാഴ്ച. നമ്മളെല്ലാ ചെടികളും ഇങ്ങനെ അടുപ്പിച്ച് ഇങ്ങനെ കാണാം. താഴെ നടക്കുന്നതിലും കുറച്ചുകൂടെ ഹൈറ്റിൽ നിന്ന് എടുക്കാൻ വേണ്ടിയില്ലേ. ആ മരത്തിലൊക്കെ നല്ല പൂണ്ട്. ഇപ്പൊ എല്ലാ സൈഡിലും ഓരോ ഭാഗത്തും ഇങ്ങനെ നോക്കുകയാണെങ്കിൽ മൊത്തത്തിൽ ഇന്നിങ്ങനെ നോക്കി നമ്മളെ തോട്ടം ഇങ്ങനെ ഉണ്ടാവുക. എല്ലാ സൈഡിലും ഇങ്ങനെ കാപ്പി ഇങ്ങനെ ഒരേപോലെ പൂത്തിക്കുന്നത്. ഇടയ്ക്ക് വാഴയും തെങ്ങും ഒക്കെ ഉണ്ട്. നമ്മൾ ഇടവേളയായിട്ടാണല്ലോ കാപ്പി ചെയ്യുന്നത്. അപ്പൊ അതിന്റെ ഇടയ്ക്ക് കുരുമുളക് വളർത്താനായിട്ടുള്ള മരങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നാലും ഇതിങ്ങനെ കാണാൻ നല്ലൊരു കാഴ്ച. കുറച്ച് ഹൈറ്റിൽ നിന്ന് എടുക്കുമ്പോൾ കുറച്ചുകൂടെ ഭംഗി കൂടും. താഴെന്നും ഭംഗി ഇല്ല എന്നല്ല, നല്ല സ്മെല്ലും ഉണ്ട് കേട്ടോ. ഈ ഭാഗത്തൊക്കെ വന്നപ്പോൾ ഇവിടെ അടുപ്പിച്ച് തിങ്ങി ചെടികളുള്ളതുകൊണ്ടേ നല്ല മണമുണ്ട്. ഈ ചെടിയൊക്കെ അത്യാവശ്യം നല്ല പൂക്കൾ തന്നെ അല്ലേ. അപ്പൊ ഈ കുഞ്ഞുങ്ങൾ താഴേക്ക് വാ, നമുക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. സംഭവം നമ്മളെ കാപ്പിച്ചെടിയിൽ പൂക്കളൊക്കെ നല്ല കരുത്തിൽ വന്നിട്ടുണ്ട്. പക്ഷെ 1 മാസം കൂടെ കഴിയണതിന് ശരിക്കും ഇതൊക്കെ പൂക്കണമെങ്കിൽ. ഇപ്പൊ കണ്ടില്ലേ, ചെടിക്കൊക്കെ എപ്പോഴും നല്ല പച്ചപ്പുണ്ട്. ശരിക്കും പറഞ്ഞാൽ ചെടി നല്ല കാഞ്ഞിട്ട് വേണം അത് പൂക്കാൻ. അപ്പോൾ 1 മാസം കൂടെ കഴിഞ്ഞ് നമ്മളെ കുമ്പത്തിൽ നമ്മളെ കാപ്പി ആദ്യം പ്രൂൺ ചെയ്ത് കൊടുക്കും. കുംഭമാസം ആകുമ്പോഴാണ് നമ്മൾ കവാത്തൊക്കെ എടുത്ത് കൊടുക്കുക. എന്നിട്ട് ചെടിക്ക് നല്ല വെട്ടി ക്ലീൻ ചെയ്തൊക്കെ ശേഷം നമ്മൾ എന്ത് ചെയ്യുക, ഒന്നില്ലെങ്കിൽ നനച്ചു കൊടുക്കണം, അല്ലെങ്കിൽ മഴ കിട്ടിയിട്ട് പൂക്കണം. അങ്ങനെ ആകുമ്പോൾ ചെടി നല്ല വെയിൽ കൊണ്ടിട്ട് ഒന്ന് ഇങ്ങനെ ക്ഷീണിച്ചു വരും ചെടികൾ. ചെറുതായിട്ട് ഇങ്ങനെ ക്ഷീണം കുടുങ്ങിയ സമയത്ത് നല്ല വെള്ളം തട്ടുമ്പോഴാണ് നല്ല കരുത്തിൽ പൂക്കളും വരിക. ശരിക്കും പൂക്കേണ്ടത് അപ്പോഴാണ്. എന്നാലും നേരത്തെ ആയി മഴ നല്ല കനത്തിൽ കിട്ടിയതുകൊണ്ട് പൂക്കൾക്ക് ക്ഷീണമില്ല. പിന്നെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ, ഇപ്പൊ നമ്മൾ ഈ ഭാഗത്തൊക്കെ കാപ്പി പറിച്ചു കഴിഞ്ഞു. ഇനി കുറച്ച് അങ്ങോട്ട് ചെന്നാലേ നമ്മളെ കാപ്പി പറി ഒന്നും കഴിഞ്ഞിട്ടില്ല. ശരിക്കും പറഞ്ഞാൽ കഴിഞ്ഞ ശനിയാഴ്ച കാപ്പി പറി നിർത്തിയതാണ്. ഇടയ്ക്ക് നമ്മൾ പച്ചക്കറിയുടെ വീഡിയോ ഒക്കെ ചെയ്യുമ്പോൾ പറഞ്ഞു അരിമ്പൊക്കെ നീണ്ടിട്ടുണ്ട്, ഇപ്പൊ കാപ്പി പറി നിർത്തുന്നൊക്കെ പറഞ്ഞ് അങ്ങനെ നിർത്തി വെച്ച് ഈ തിങ്കളാഴ്ച മുതൽ നമുക്ക് കാപ്പി പറിക്കാനും പറ്റിയില്ല. ഇതാ ഇവിടെയൊക്കെ ഉണ്ട്. അങ്ങോട്ടൊക്കെ നോക്കി ചെടിയിൽ എല്ലാ ചെടിയിലും കാപ്പി ഇങ്ങനെ പഴുത്ത് നിൽക്കുകയാണ്. ഇവിടെ നല്ല കുറച്ച് ഇങ്ങോട്ട് ഉള്ളിലേക്ക് വാ, ഇതൊക്കെ ഉണ്ട്. ഇവിടെ മുന്തിരിനെ കാട്ടിയും കടുപ്പാറായിട്ടുണ്ട്. ഇതാ കണ്ടല്ലേ, പൂത്തതും ഉണ്ട്, അതിനനുസരിച്ച് കാപ്പി പറിക്കാനും ഉണ്ട്. അപ്പൊ ഈ ഒരു ഭാഗമൊക്കെ ഇനിയും പറിച്ച് തീർക്കാണ്ട്. അതാണ് കാപ്പിറിന്റെ ഇടയ്ക്ക് മഴ പെയ്താനുള്ള ബുദ്ധിമുട്ട്. ശരിക്കും ഇതൊക്കെ തീർന്നിട്ട് മഴ കിട്ടിയാലാണ് എല്ലാ കാര്യങ്ങളും കറക്റ്റ് ആവുള്ളൂ. പക്ഷെ കാലാവസ്ഥ നമുക്ക് എല്ലാം ഒത്തു കിട്ടൂലല്ലോ. നോക്ക്, ഇവിടെയൊക്കെ കാപ്പി പറിക്കാനാ. ഒരാഴ്ച നമ്മൾ പറയുന്ന സമയത്തൊക്കെ നിർത്തി വെച്ചാൽ പിന്നെ നമ്മളെല്ലാം ഓർഡറും തെറ്റും. ഇനി നമ്മൾ ഇത് പറിച്ച് എല്ലാം ക്ലിയർ ചെയ്ത് കവാത്തൊക്കെ എടുത്ത് വരുമ്പോഴൊക്കെ സമയത്തിന് വരും. എന്നാലും പൂത്തതൊക്കെ ഒന്ന് സെറ്റാണ്. ഇപ്പം എന്താ വെച്ചാൽ 2 ദിവസം കഴിഞ്ഞാൽ ഈ പൂന്ന് കരിഞ്ഞു തുടങ്ങി കഴിഞ്ഞാൽ അടുത്ത തിങ്കളാഴ്ച മുതലൊക്കെ നമുക്ക് കാപ്പി പറി തുടങ്ങാം. അങ്ങോട്ടൊക്കെ നല്ല മുന്തിരി പോലെ, അതൊക്കെ എന്താ കടുപ്പം. മുന്തിരി എന്ന് പറയുന്നത് അതിന്റെ നിറം കൊണ്ടാട്ടോ. ഇവിടെ ഇഷ്ടം പോലെ കാപ്പി അങ്ങോട്ട് ആ ഏരിയ മൊത്തം നമുക്ക് പറിക്കാനുള്ളതാണ്. മുറ്റത്ത് കാപ്പി കിടക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഇനി ഇതൊക്കെ റെഡിയായി കിട്ടും. വെച്ചാൽ ഉണങ്ങാനും വൈകി പോയിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് കളത്തിലൊക്കെ ഇപ്പൊ കാപ്പി കിടക്കുന്നുണ്ട്. ഞാൻ ഇപ്പൊ നിൽക്കുന്നത് പറിക്കാനുള്ള നല്ല പടർന്നൊരു ചെടിയാട്ടോ. ഒറ്റ ചെടി അത്.
ഇതിന് എല്ലാ വർഷവും നല്ല കാപ്പി ഇട്ടുണ്ട്. ഇങ്ങനെ വേണം ചെടികൾ. പക്ഷെ ചെടികളൊക്കെ നമുക്ക് എന്ത് ചെയ്യുക, പ്രൂൺ ചെയ്ത് ക്ലിയർ ആക്കാനുണ്ട്. ഇത് കണ്ടോ നല്ല പടർന്നിട്ട് ആ തലയിലേക്ക് അങ്ങനെ അങ്ങനെ കാപ്പി കായ്ച്ചിട്ട് നമുക്ക് ഇങ്ങോട്ട് കുത്തിയിട്ടുണ്ട്. ഇതാ ഇങ്ങനെ വലഞ്ഞ് കുത്തും. അപ്പോൾ ചില ചെടികൾ നമ്മൾ ക്ലിയർ ആക്കി കൊണ്ടുവരണം. അതാണ് നമ്മൾ പ്രൂൺ ചെയ്തിട്ട് എന്തൊക്കെ സെറ്റാക്കി എടുക്കുക, കവാത്തെടുത്തിട്ട്. ഇങ്ങനെയൊക്കെ നോക്കി. പക്ഷെ ഒറ്റ കാപ്പിയും താഴെ കാണിച്ചെടുത്ത് കൊഴിഞ്ഞിട്ടില്ല. ശരിക്ക് മഴ കിട്ടിക്കഴിഞ്ഞാൽ പെട്ടെന്ന് കാപ്പി കൊഴിയും. മഴ ഇങ്ങനെ പറിക്കാത്ത കാപ്പികൾ കേട്ടോ, പഴുത്ത കാപ്പികൾ മഴ പെയ്ത് കഴിഞ്ഞാൽ വേഗം കൊഴിയും. ഇത് നമ്മൾ ഒറ്റ മഴയ്ക്ക് നിന്നതുകൊണ്ട് ആ പ്രശ്നം വന്നിട്ടില്ല. പക്ഷെ ഇന്നൊക്കെ മഴക്കാർ ഇങ്ങനെ മൂടി നിൽക്കുന്നുണ്ട്. അപ്പം ഇനി എന്ത് ചെയ്യണം, വേഗം ഇത് പറിച്ചിട്ടില്ലെങ്കിൽ പിന്നെ പെറുക്കലൊരു പണിയാവും. അപ്പം നമുക്ക് മഴ വേണം കേട്ടോ. എന്തായാലും മഴ ഇനി മാറിക്കാൻ പറ്റൂല. 2 ദിവസത്തിനുള്ളിൽ ഇപ്പം ഒരു മഴ മാറി നിന്നിട്ട് പിന്നെ കഴിഞ്ഞോടെ വേഗം മഴ പെയ്യും വേണം. ഇന്നും നാളെയൊക്കെ ഒന്ന് കാപ്പി സെറ്റ് ആവാൻ സമയം കൊടുക്കണം. വിരിഞ്ഞതൊക്കെ ഒന്ന് സെറ്റായിട്ട് അത് കഴിഞ്ഞിട്ട് വേഗം ഇത് പറിച്ചും കൂടെ തീർത്തിട്ടില്ലെങ്കിൽ നമ്മളെല്ലാം കാപ്പി പെറുക്കി നമ്മൾ മടുക്കും. അപ്പോൾ വേഗം അതൊക്കെ പറിക്കുക. അങ്ങോട്ടൊക്കെ നോക്ക്, ഈ ചെടിയിലൊക്കെ അത്യാവശ്യം നല്ല ഉണ്ടോ ഇങ്ങനത്തെ പറിക്കാൻ നല്ല സുഖം. പിന്നെ നമ്മുടെ തോട്ടത്തിലെ കാപ്പികൾ എന്തല്ല പറയും, വേഗം പറിക്കാൻ കിട്ടുന്നത് കാപ്പികളായിട്ട് നമ്മൾ പറിക്കുന്നതിൽ വീഡിയോ ചെയ്തു വേഗം നല്ല ഊരി എടുക്കാൻ പറ്റുന്നുണ്ട്. ഈ ഇങ്ങനത്തെ ഒരു 10 ചെടി മതി, അത്യാവശ്യം വേഗം കാപ്പി ആവും. അത് നമുക്ക് മോശമുള്ള ചെടി നല്ല ചെടികളൊക്കെ വരും. പിന്നെ ഇപ്പം നമ്മുടെ ചെടികളൊരു വൃത്തി തോന്നാത്ത നമ്മൾ പ്രൂൺ ചെയ്യാത്തതുകൊണ്ടാട്ടോ. പ്രൂണിങ് കവാത്ത് ചെയ്യാത്തതുകൊണ്ടാണ്. കവാത്തിന് ശേഷം നമ്മൾ ചെടികൾ കാണിക്കുമ്പോൾ അങ്ങനെയാണ് നമ്മൾ ശരിക്കും കാണിക്കല്. എന്നിട്ട് നമ്മൾ നിർത്തിയ വാതൊക്കെ മാത്രം പൂക്കുമ്പോൾ ചെടി മൊത്തത്തിൽ ഇങ്ങനെ പൂത്ത് പോലെ ഒന്നും. ഇപ്പൊ നമ്മൾ ഒഴിവാക്കേണ്ട വാതിലൊന്നും കാപ്പി അങ്ങനെ പിടിച്ചാൽ ഇങ്ങനെ കാണുമ്പോൾ നമുക്ക് ഭംഗി തോന്നില്ല. അപ്പൊ അങ്ങനെയുണ്ട്. അപ്പം വേഗം എന്ത് ചെയ്യാം, ഇതൊക്കെ പറിച്ച് തീർക്കാനും കുറച്ച് ഉണ്ടെന്നാലും ഉണ്ടാവട്ടെ. എന്താ വെച്ചാൽ ഒരാഴ്ചത്തെ പെൻഡിങ് വന്നല്ലോ, അതുകൊണ്ട് മാത്രമാണ്. ഇതൊക്കെ നോക്കാനായിട്ട് എന്തായാലും തോട്ടം മുഴുവൻ നടന്നിന്ന്. അപ്പോൾ ഓരോ ചെടി നോക്കുമ്പോഴും ഒരു 70% നമ്മൾ കാപ്പി പൂത്തിട്ടുണ്ട്. ഇങ്ങനെ കിട്ടൽ കറക്റ്റ് ഒന്നില്ലെങ്കിൽ നമ്മൾ നനച്ചു കൊടുക്കുമ്പോഴും അല്ലെങ്കിൽ നല്ല മഴ കിട്ടിയാലേ ഇങ്ങനെ വരുള്ളൂ. മറ്റേ 2 തവണ കയറ്റി മഴ സാധാ മഴ കിട്ടുമ്പോൾ ഒരു തവണ പൂത്ത് അത് കരിഞ്ഞ് അത് കരിയാനുള്ള മഴ കിട്ടുമ്പോൾ അടുത്ത ഒന്നുകൂടെ പൂക്കും. അങ്ങനെ ഇനി ഇതിൽ കണ്ടില്ല, ഇതിൽ കുറച്ച് ഈ കാണുന്ന എൻഡിലൊക്കെ അരിമ്പ് കറങ്ങില്ല, കായിനനുസരിച്ച് അരിമ്പ് വരാനുണ്ട്. അപ്പം ഇനി 30% ഇനി അരിമ്പ് നമുക്ക് വിരിയാനുണ്ടാവുള്ളൂ. ബാക്കിയൊക്കെ തന്നെ നല്ല മഴ കിട്ടിയതുകൊണ്ട് ചെടിക്കൊന്നും പച്ചപ്പ്, ഈ പച്ചപ്പിൽ നിൽക്കരുത് ശരിക്കും. ചെടി എപ്പോഴും ആ ഒരു പച്ചപ്പിലാണ്. ഒന്നും ഇങ്ങോട്ടൊരു മഞ്ഞ നിറം വരുന്നത് ഇങ്ങോട്ട് വെയിലും ഇങ്ങോട്ട് തട്ടിയിട്ട്. അപ്പോൾ എന്താ പറയുക, അത്രയും കാപ്പികൾ ഇപ്പോൾ പൂത്ത് പോയിട്ടുണ്ട്. അപ്പം ഇത് മുഴുവൻ പിടിച്ചു കിട്ടിയില്ലെങ്കിൽ എന്തായാലും പണി പാളും. വേഗം നമുക്ക് എന്ത് ചെയ്യാം, ഇതൊക്കെ പിടിപ്പിച്ച് നിർത്താനുള്ള സംവിധാനം മഴ കിട്ടിയില്ലെങ്കിൽ ചെയ്യണം. 2 ദിവസമായിട്ട് നമുക്ക് നല്ല മഞ്ഞും കിട്ടിയിരുന്നു. അതുകൊണ്ടാണ് കേട്ടോ പൂക്കൾ നല്ല ഒന്നുകൂടെ കരുത്തും കൂടിയത്. കിട്ടിയ മഴയും തെറ്റില്ല, അതിനുശേഷം മഞ്ഞും കിട്ടിയുണ്ട്. അപ്പോൾ ഇതൊന്ന് വാടിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, 2 ദിവസം കഴിഞ്ഞാൽ കാപ്പിയോടെ വീണ്ടും തുടങ്ങും. പക്ഷേ പ്രശ്നം എന്താ വെച്ചാൽ ഒരാഴ്ച ഇതിൽ നിന്ന് കഴിഞ്ഞ ഒരാഴ്ചക്കുള്ളിൽ വീണ്ടും ഒന്നിനും നല്ലൊരു മഴ കിട്ടണം ഇത് പിടിച്ചു കിട്ടാനായിട്ട്. മഴ അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, നല്ല മഞ്ഞ് കിട്ടണം. മഞ്ഞ് കിട്ടിക്കഴിഞ്ഞാൽ ഏകദേശം സെറ്റാവും. പക്ഷെ മഞ്ഞിലൊക്കെ ഒരു 2 ആഴ്ച കഴിഞ്ഞിട്ടും മഴ കിട്ടിയിട്ടില്ലെങ്കിൽ മഞ്ഞിൽ പിടിച്ചിരിക്കുന്നതിന് പരിധിയുണ്ട്. അത് കഴിഞ്ഞിട്ട് അടിപൊളിയിൽ മഴ കിട്ടിയാൽ മാത്രമേ ഇതൊക്കെ സെറ്റായി കിട്ടുള്ളൂ. നമ്മൾ പൂത്തത് മാത്രമേ കാണിച്ചിട്ടുള്ളൂ. പക്ഷെ ഇത് സെറ്റാണെങ്കിൽ ഇനിയും നല്ല നനവ് വേണം. അപ്പം നമ്മൾ ഒന്നില്ലെങ്കിൽ വേഗം കാപ്പിയോറി തീർത്തിട്ട്, ഞങ്ങൾക്ക് പിന്നെ നനയ്ക്കാൻ സൗകര്യമുള്ളതുകൊണ്ട് നമ്മളെന്ത് വേഗം സ്പ്രിംഗ്ലർ ചെയ്യും. നമ്മളിതൊക്കെ കഴിഞ്ഞിട്ട് നനയ്ക്കാന്ന് വിചാരിച്ചൊക്കെയായിരുന്നു. വളരെ മഴ നേരത്തെ വന്നിട്ട് ഇത് പൂത്തുപോയത്. തേനീച്ചയും കുറവാണ്. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ നല്ല തേനീച്ചനെ കാണിച്ചില്ലേ. എന്താ തേനീച്ച പറയാൻ കാരണം അറിയുന്നോളെ, എല്ലായിടത്തും ഒരേ സമയം കാപ്പി പൂത്ത്. മറ്റേ ഞങ്ങൾ ആദ്യം ഇങ്ങനെ പറയുന്നത് കവാത്തൊക്കെ കഴിഞ്ഞ് കുമ്പത്തിൽ ഞങ്ങൾ ആദ്യം നനച്ചു കൊടുക്കുമ്പം നമ്മളെ ഈ സ്ഥലം മാത്രം കാപ്പി കൊണ്ട് പൂക്കുമ്പോൾ എല്ലാ ഭാഗത്തും തേനീച്ച വരും. ഇന്ന് തേനീച്ച ഉണ്ട്, പക്ഷെ സ്പ്രെഡായി കിടക്കുക തേനീച്ച. എല്ലാ ഭാഗത്തും 1-2 തേനീച്ച ഇവിടെ വരുമ്പോൾ മറ്റേ തോട്ടത്തിൽ എങ്ങനെയായിട്ട്. പക്ഷെ മറ്റേതാകുമ്പോൾ ഒന്നും കൂടെ കാപ്പി പിടിച്ചു കിട്ടാൻ നല്ലതായിരുന്നു. നിറച്ച് തേനീച്ച നമ്മളെ തോട്ടത്തിൽ വരുന്നു. കഴിഞ്ഞ നമ്മൾ തേനീച്ച അങ്ങനെ കാണിച്ചിരുന്നു. അപ്പം അങ്ങനെ കുറേ പ്രശ്നങ്ങൾ നടുക്കാണ് ഇപ്പം എല്ലാവരും. നിന്റെ അവസ്ഥ മാത്രമല്ല, നമുക്ക് പിന്നെ നനയ്ക്കാൻ സൗകര്യം നിന്ന പ്രതീക്ഷ ഉണ്ട് കേട്ടോ. ഇതൊന്നും പറ്റാത്തവരും പിന്നെ മഴ കിട്ടിയതിൽ തന്നെ ചില സ്ഥലത്ത് ചാറ്റൽ മഴ ഇട്ടുണ്ട്. ചെറിയ കരുത്തില്ലാത്ത മഴക്കും കരുത്തില്ല, അതായത് ശക്തിയില്ലാത്ത മഴ പെയ്തിട്ട് അങ്ങനെ പൂത്തോരെ പൂവൊന്നും ശരിക്കും വിരിയൂല. അത് തീരെ സെറ്റ് ആവില്ല കേട്ടോ. നമുക്ക് കിട്ടിയ മഴ ഏതായാലും പെയ്തു പോയത് അത് നല്ലതായി കിട്ടി. പിന്നെ ചില ആളുകൾക്ക് മഴ കിട്ടിയിട്ടില്ല, അത് നല്ല ഭാഗ്യം. മഴ പെയ്യാത്ത ഏറ്റവും നല്ലത്. ഒരു മാസം കൂടെ കഴിഞ്ഞ് മഴ കിട്ടുകയാണ്, അങ്ങനെ ചെടി ഞാൻ പറയില്ല കാഞ്ഞിട്ടൊക്കെ കിട്ടുകയാണ്, അത് നല്ലത്. അങ്ങനെ നോക്കേണ്ടതാ. ഇവിടെ കണ്ടോ, ഈ കമ്പനി കേടുള്ളതുകൊണ്ട് ഈ മഴ ചാറ്റൽ മഴ കിട്ടിക്കഴിഞ്ഞാലൊക്കെ ഇതുപോലെ പൂ ചുവന്നു പോകും. ഇത് പിന്നെ ഈ ഇതിലോട്ട് വരുന്ന ഈ കമ്പനിയുടെ ഉണക്കുള്ളതുകൊണ്ടാണ് ഇത് കരുത്തു പോയത്. ഇവിടെയൊക്കെ കുഴപ്പമില്ല കേട്ടോ. ഇങ്ങനെ ചുവന്ന് പോയി കഴിഞ്ഞാൽ ഒരൊറ്റ അരിമ്പ് പിടിക്കില്ല. നമ്മുടെ അരിമ്പ് എന്ന് പറയുന്നത് ഈ കാപ്പി സെറ്റാകുന്ന സാധനം കേട്ടോ. കാപ്പി മൊട്ട് കഴിഞ്ഞിട്ട് ഇത് വിരിഞ്ഞ് സെറ്റായി പിടിക്കുന്ന സാധനമാണ് അരിമ്പ്, പൂ വിരിഞ്ഞതിന് ശേഷം. അപ്പം അങ്ങനെ കുറേ പ്രശ്നങ്ങൾ പ്രതിസന്ധികളൊക്കെ ഉണ്ട് ഇപ്രാവശ്യത്തെ വയനാട്ടിൽ കാപ്പി കൃഷിക്ക്. എന്താവും എന്നറിയില്ല. ഇനി കുഴപ്പമില്ല, തിരിച്ച് നമുക്ക് ഒരാഴ്ചയ്ക്ക് ശേഷം നല്ലൊരു മഴ കിട്ടുകയാണെങ്കിൽ നല്ല റെക്കോർഡ് കാപ്പി ഉണ്ടായി കിട്ടും. എന്ന് വെച്ചാൽ അത്രയും കരുത്തിൽ വിരിഞ്ഞുകൊണ്ട് അതുപോലെ സെറ്റായി കിട്ടും.
അപ്പൊ ഇങ്ങനെയൊക്കെ ഞങ്ങളിങ്ങനെ നിൽക്കുകയാണ്. ഈ വിരിഞ്ഞതൊക്കെ കാണുമ്പോൾ നല്ല പ്രതീക്ഷ ഉണ്ട്. ഇത് പിടിച്ച് കിട്ടിയിട്ടില്ലെങ്കിൽ ഞങ്ങൾ ഒരു വർഷത്തേക്കുള്ള പ്രതീക്ഷ ഇതുപോലെ തന്നെ പോകും. അപ്പൊ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോയില്. അപ്പൊ ഞാൻ പറയില്ല, വയനാട്ടിലുള്ളവർക്കൊക്കെ ഇത് കാണാൻ വലിയ ഇങ്ങനെ അത്ഭുതം ഉണ്ടാവില്ല. പക്ഷെ മറ്റുള്ളവർക്കൊക്കെ ഇത് വന്ന് കാണേണ്ട ഒരു കാഴ്ച തന്നെയാണ്. ഈ ഒരു 2 ദിവസത്തിനുള്ളിലൊക്കെ വയനാട്ടിൽ വരികയാണെങ്കിൽ വയനാട്ടിന്റെ പല ഭാഗത്തും, നമ്മുടെ തോട്ടത്തിൽ നിന്നല്ല പല ഭാഗത്തും ഇതുപോലുള്ള അടിപൊളി കാപ്പി പൂത്തൊരു കാഴ്ച കാണാൻ പറ്റും.